ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മക്രോണിയാണ്. നമ്മളിന്ന് വീട്ടിൽ നോമ്പ് തുറക്കെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ആൾക്കാരുള്ളൂ, അപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ചൂടുവെള്ളത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ടോ. ഉപ്പിട്ടതിന് ശേഷം ഇളക്കി നല്ല യോജിപ്പിച്ചാലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏൽക്കും, ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാ തളിച്ച് വന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് ഞങ്ങൾ ആദ്യം വിട്ട വീഡിയോസൊക്കെ കുറച്ച് തെറ്റുകളൊക്കെ പറഞ്ഞു, പക്ഷേ ഇപ്പോൾ ഞങ്ങൾ നല്ല വീഡിയോസായിട്ടാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ അത് മൂടി വെച്ചിരുന്നു കേട്ടോ. മൂടി വെച്ചിരുന്നു, ഇപ്പോൾ തുറന്നതാണ്. നല്ല വെന്തതായിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ് മക്രോണി. ഞങ്ങൾ സാധാരണ ആൾക്കാർ മക്രോണിയിൽ മാഗി കട്ടിടില്ല, ഞങ്ങൾ മാഗി കട്ടിടലുണ്ട്. ന്യൂഡിൽസിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് ഞങ്ങൾ ഇടണത്. ഇനി ഒരു പാൻ എടുത്തതിന് ശേഷം ഞങ്ങൾ വലിയൊരു പാനായിരുന്നു എടുത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചൂടായതിന് ശേഷം മുളക് ഇട്ട് കൊടുക്കണം. മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി അരിഞ്ഞ് നല്ല സ്ലൈസാക്കിയത് ഇട്ട് കൊടുക്കുക. നല്ല വട്ടത്തിൽ അരിഞ്ഞ് സ്ലൈസാക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. നേരത്തേൽ ഉപ്പിട്ട് കൊടുത്തോണ്ട് ഇതിൽ ഉപ്പിട്ട് കൊടുക്കണം. മസാല ഇല്ല, അപ്പം മസാലയിൽ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഈ വെന്ത് വന്ന സാധനം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഉള്ളി, മുളക് ഇതൊക്കെ നമ്മൾ വാട്ടിയെടുക്കണം കേട്ടോ. ഈ സംഭവം നമ്മൾ നേരത്തെ ഇട്ടിൻ്റെ സംഭവങ്ങളൊക്കെ വാട്ടിയെടുക്കണം. പിന്നെ ഇറച്ചിട്ട് കൊടുക്കുക. ഇറച്ചി നല്ല കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തു. ഞങ്ങൾ കേക്ക് വൃത്തിയാക്കി ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചതുകൊണ്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് എല്ലാം കഴിഞ്ഞ് കിട്ടും. ഇത് നല്ല ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ മൂടി വെക്കാൻ പാടുള്ളൂ. ആദ്യം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇടുക, മുളക് പൊടി ഇടണം കേട്ടോ. മുളക് പൊടി നല്ല കാശ്മീരി മുളകായതുകൊണ്ട് നല്ല എരിവുണ്ടാവും, അതുകൊണ്ട് ഞങ്ങൾ അധികം ഇടാത്തത്. പിന്നെ അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കണം. ഗരം മസാല ഇട്ടെടുത്തതിന് ശേഷം മിക്സ് ചെയ്യുക. ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് മാഗി കട്ട ഇട്ട് കൊടുക്കണം. മാഗി കട്ട ഞങ്ങൾ ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാക്കറ്റിൽ രണ്ടെണ്ണം ഉണ്ടാവും. അതിൽ ഒന്ന് ഞങ്ങൾ ഇട്ടു. എന്നിട്ട് നല്ല യോജിപ്പിക്കണം. ഇല്ല ആ കട്ടകളൊക്കെ ചിലയിടത്ത് നമ്മൾ കഴിക്കണ സമയത്ത് നല്ല ഉപ്പ് പോലെ ഉണ്ടാവും. പിന്നെ ചപ്പും പൊതിന ഇട്ട് കൊടുക്കുക. ചപ്പും പൊതിന അരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് തിളച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ രുചി കിട്ടുള്ളൂ. നല്ല ഇളക്കി പാകാക്കി എല്ലതും പൊടിച്ചതിന് ശേഷം മാത്രമേ മൂടി വെക്കാൻ പാടുള്ളൂ. ഇറച്ചി നല്ല വേകുകയും വേണം. അതിനുശേഷം ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാഗി വേവിച്ചത് ഇട്ട് കൊടുക്കാം. നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഒരു 2-3 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതേ. വീട്ടിൽ ആരെങ്കിലും വരികയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞങ്ങൾ നോമ്പായതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ 4-5 ആൾക്കാരൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ മതി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ചപ്പും പൊതിന ഇട്ട് കൊടുത്തിട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇത് ഇളക്കി ഇതാക്കി മിക്സ് ചെയ്തൊക്കെ ചെയ്യുമ്പോഴത്തേനും നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. നല്ല കോയിൻ്റെയും ആ ന്യൂഡിൽസിൻ്റെ കട്ടൻ്റെയും ഒക്കെ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം എടുത്തു. ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രുചി ഉണ്ടായിരുന്നു. ന്യൂഡിൽസിൻ്റെ ഒക്കെ ഫ്ലേവർ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം പൊരിച്ച കടികളും ഫ്രൂട്ട്സും നാരങ്ങ വെള്ളം പത്തിരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയും വരാം. ബൈ.